Hi all. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പോസ്റ്റിലേക്ക് നമുക്ക് 2023 കേരള PSC നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ടീച്ചിങ് ജോബ് താല്പര്യമുള്ള ഒത്തിരി ഉദ്യോഗാർത്ഥികളുണ്ട്. ടീച്ചിങ് നമുക്ക് പോളിടെക്നിക് ലെക്ചർ നോട്ടിഫിക്കേഷൻ വന്നു, അതുപോലെ തന്നെ നമുക്ക് AP വന്നു. APക്ക് MTech ക്വാളിഫിക്കേഷൻ വേണം. ഇനി അതല്ല, നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ, നമുക്ക് ഇൻസ്ട്രക്ടർ പോസ്റ്റുകൾ വന്നു. അതുപോലെ തന്നെ നമുക്ക് ഉള്ള ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു നല്ല ജോബ് പ്രൊഫൈലാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അതായത് എന്നും നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലിരിക്കുമ്പോൾ. അതുപോലെ തന്നെ ടീച്ചിങ് ആണ്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നോബ്ലസ്റ്റ് ആയിട്ടുള്ള പ്രൊഫഷനാണ്. അതിലേക്ക് നമുക്ക് കയറാൻ പറ്റും. പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പേ സ്കെയിലുമാണ്. ഇനി വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ സിവിൽ എഞ്ചിനീയറിംഗിൽ വരികയാണെങ്കിൽ ആസ് ഓഫ് നൗ നമുക്ക് നോട്ടിഫിക്കേഷനിൽ തന്നെ 36 വേക്കൻസീസ് കേരള PSC പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 36 വേക്കൻസി അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ ആണ്. ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു, അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് February 1 ആണ്, മറക്കണ്ട, അതിന് മുന്നേ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു, ആപ്ലിക്കൻസിനെയൊക്കെ സ്ക്രൂട്ടനൈസ് നമുക്ക് എല്ലാം യോജിപ്പിച്ചെടുത്ത് എക്സാമിൻ്റെ പ്രൊസീജിയേഴ്സിലേക്ക് കടന്ന് കുറച്ച് ടൈം എടുക്കും അല്ലേ, എക്സാം നടന്ന് റാങ്ക് ലിസ്റ്റൊക്കെ വരാൻ അല്ലേ. അപ്പോൾ ആ ടൈമിനുള്ളിൽ വേക്കൻസീസ് ഇനി എന്തായാലും കുറയത്തില്ല, കൂടുകയുള്ളൂ അല്ലേ. അതുപോലെ തന്നെ നമുക്കറിയാം 2023 ഹാൻഡ്ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് വരാൻ പോകുന്നത്. അതിൽ കുറച്ച് മാത്രമാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നത്. ഇനി ഹാർബർ വരാൻ കിടക്കുന്നു. ലെവൽ എക്സാം പറയുകയാണെങ്കിൽ ഹാർബർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള എല്ലാ എക്സാംസും ഇനി കമ്മിങ് ഇയേഴ്സിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെവൽ എക്സാംസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിപ്ലോമ ലെവൽ പറയുകയാണെങ്കിൽ KSEB Sub Engineer ഉണ്ട്. ഓവർസിയർ ഗ്രേഡ് 1 എക്സാംസ് നടക്കാൻ കിടക്കുന്നുണ്ട്. വാട്ടർ അതോറിറ്റി ഗ്രേഡ് 1 ഉണ്ട്. അപ്പോൾ ഗ്രേഡ് 1 ഡിപ്ലോമ ലെവൽ എക്സാംസ് ഉണ്ട്. ഇനി ഗ്രേഡ് 2 ആൻഡ് ഗ്രേഡ് 3ലേക്ക് വരുമ്പോൾ ഓൾറെഡി ഗ്രേഡ് 3 കുറച്ച് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. KLDC പോലെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇനി വരാനുണ്ട്. അപ്പോൾ ഗ്രേഡ് 2 അതായത് IT-കാർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ഇതിലെല്ലാം റാങ്ക് ലിസ്റ്റ് നമ്മൾ ഒരേ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ എല്ലാ ലിസ്റ്റിലും കയറി പറ്റാൻ പറ്റും. അപ്പോൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നല്ല റാങ്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ജോലി അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ പ്രകാരമുള്ള ജോലിയിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. ബാക്കി ലിസ്റ്റിലുള്ള നമ്മുടെ NJD ആയിട്ട് റിപ്പോർട്ട് ചെയ്ത് താഴെയുള്ള റാങ്ക് ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് ജോലി കിട്ടും. സോ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റിൽ 36 വേക്കൻസീസ് ഉള്ളതുകൊണ്ട് നമുക്ക് പഠിച്ച് ജോലിയിൽ കയറാൻ പറ്റിയ അല്ലെങ്കിൽ നല്ല രീതിയിൽ, അതായത് നമ്മുടെ നോബ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ നമുക്ക് കിട്ടുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. സോ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതിൽ ഏതൊക്കെ സബ്ജക്ട്സ് പഠിക്കണം? അതായത് നമുക്കറിയാം ഡിപ്ലോമ അല്ലെങ്കിൽ BTechകാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. സോ ഡിപ്ലോമ ലെവലിലുള്ള ഒരു പരീക്ഷ എന്നുള്ള രീതിയേക്കാളും ഡിപ്ലോമ ലെവൽ ഇൻ ദ സെൻസ് സിലബസ് മാത്രമാണ്. ഒരിക്കലും എക്സാമിൻ്റെ ലെവലുമായിട്ട് ക്വാളിഫിക്കേഷൻ കമ്പയർ ചെയ്യരുത്. കാര്യം നമുക്ക് എല്ലാ കാലങ്ങളോളം ചെല്ലുമ്പോൾ കോമ്പറ്റീഷൻ്റെ ലെവൽ അനുസരിച്ചും ഒക്കെ ഇതിന് വ്യത്യാസം വരും. അപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്ലോമ ലെവലിലായിട്ടുള്ള സിലബസ് അല്ലെങ്കിൽ ഡിപ്ലോമ ലെവലിലുള്ള സബ്ജക്ട്സ് അവൈലബിൾ ആണ്. ആ ഒരു ലെവലിലുള്ള സബ്ജക്ട്സിൻ്റെ ഐഡിയ എടുത്തിട്ട് ആ സബ്ജക്ട്സ് പഠിച്ചു തുടങ്ങുക എന്നുള്ളത്. സോ സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് നമ്മുടെ എൻട്രിയിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ കോഴ്സസ് അവൈലബിൾ ആണ്. നമ്മൾ 10th തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നമ്മുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോഴ്സ് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. അപ്പം നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, സർവേയിങ്, ഇതൊക്കെ എല്ലാ എക്സാമിനും കോമൺ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. ആദ്യമേ തന്നെ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു വെക്കാൻ നോക്കുക. പിന്നീട് നമുക്ക് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പോലുള്ളതും കോമൺ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. പിന്നെ നമുക്ക് ലെവൽ എക്സാംസ് വരുമ്പോൾ ടൈം എടുത്ത് പഠിക്കേണ്ട ഒരു എക്സാമും അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. പഠിച്ചെടുക്കുന്നതിനോടൊപ്പം ക്വസ്റ്റ്യൻസും ചെയ്യാൻ മറക്കരുത്. സോ നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം.